നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിസംബർ 15 ഗാസയിൽ 3 ഇസ്രായേലി ബന്ദികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഈ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ബന്ദികളുടെ സഹായത്തിനായുള്ള നിലവിളി ഇസ്രായേൽ സൈന്യം കേട്ടിരുന്നുവെന്നും എന്നാൽ ആ നിലവിളി ഇസ്രായേൽ സൈനികരെ ആക്രമണത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഹമാസിന്റെ തന്ത്രമായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നുമാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ഇസ്രായേൽ സൈനികർ അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും സൈനിക വക്താവ് വ്യാഴാഴ്ച പറഞ്ഞു. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലേക്ക് കടന്നുകയറി ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തുകയും നിരവധി പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 3 ബന്ദികളെ ഡിസംബർ 15 ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം സൈന്യം ഉടൻ ഏറ്റെടുത്തിരുന്നു. പലസ്തീൻ സംഘം ബന്ദികളാക്കി 240 പേരിൽ ഉൾപ്പെട്ടിരുന്ന 3 പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ചു. സംഭവത്തിൽ ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ആ നിമിഷം ഉചിതമായ തീരുമാനമാണ് സൈനികർ കൈക്കൊണ്ടതെന്നും പക്ഷെ അത് നിർഭാഗ്യമായി മാറുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഹേഴ്സി ഹലേവി ഒരു പ്രസ്താവനയിൽ അറിയിച്ചു. അടിയന്തര ഭീഷണിയുടെയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടേറുന്നതുമായ സാഹചര്യത്തിൽ വെടിവെക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ സിറ്റിയിലെ ഷെജയ മേഖലയിൽ ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയ 3 പേരാണ് ഇസ്രായേൽ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൽ അത് നടുക്കിയിരുന്നു. ഹമാസ് പോരാളികളുമായ ശക്തമായ പോരാട്ടം നടക്കുന്ന സമയത്തായിരുന്നുവെന്നും കനത്ത വെടിവയ്പ് നടക്കുന്ന കെട്ടിടങ്ങളിൽ ജനങ്ങളെ ബന്ദികളാക്കിയതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്നും ഇസ്രായേൽ സൈന്യം അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ബന്ദികളാക്കിയവർ അവരുടെ ഷർട്ട് അഴിച്ചു മാറ്റിയതായും അവരിൽ ഒരാൾ വെള്ളക്കൊടി വീശുന്നതായും കാണാൻ കഴിഞ്ഞു. എന്നാൽ മൃതദേഹങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അവരെ ബന്ദികളാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും സൈന്യം പറഞ്ഞു. ബന്ദികളുടെ സഹായത്തിനായുള്ള നിലവിളി പതിയിരുന്ന് സൈന്യത്തെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ തന്ത്രമായി വ്യാഖ്യാനിച്ചു എന്നും സൈന്യം പറയുന്നു. ബന്ദികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ IDF പരാജയപ്പെട്ടു എന്നും ഹലേവി പറഞ്ഞു. മുഴുവൻ കമാൻഡ് ശൃംഖലയും ഈ വിഷമകരമായ സംഭവത്തിന് ഉത്തരവാദികളാണ്. ഈ സംഭവത്തിൽ ഖേദിക്കുന്നു. മരണപ്പെട്ട 3 ബന്ദികളുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും സൈന്യം വ്യക്തമാക്കി. നവംബറിൽ 110 പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു. ഗാസയിൽ അവശേഷിക്കുന്ന 100-ലധികം ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറിനെ ഇസ്രായേൽ സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ സ്ത്രീകളെയും കൗമാരക്കാരെയും മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ഗാസയിൽ കൈവശം വെച്ചിരുന്ന 100-ലധികം സ്ത്രീകളെയും കുട്ടികളെയും വിദേശികളെയും വിട്ടയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.